ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 16-ാം അധ്യായം 13-ാം വാക്യം. ഒരു ഭൃത്യന് 2 യജമാനന്മാരെ സേവിക്കുവാൻ സാധിക്കുകയില്ല. ഈശോ വചനത്തിൽ സാധിക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്താണത്? ഒരു ഭൃത്യന് 2 യജമാനന്മാരെ സേവിക്കാനായിട്ട് ഒരിക്കലും പറ്റില്ല. പക്ഷേ നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ ഇന്നായിരിക്കുന്ന ഈ ലോകത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഈ വചനത്തിന് എതിരെ ജീവിക്കുന്നവരാണ്, അല്ലേ? 2 യജമാനന്മാരെ ഒരേപോലെ സ്നേഹിക്കാനായിട്ട്, സേവിക്കാനായിട്ട് ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നവരാണ് നമ്മളൊക്കെ പറയാറുണ്ട്, ദൈവത്തിൻ്റെ മകനാണ്, മകളാണ് ഞാനെന്ന്. പക്ഷേ ദൈവത്തിൻ്റെ മകനായിട്ട്, മകളായിട്ട് ജീവിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈ ലോകത്തെ സ്നേഹിച്ച് ലോകസുഖങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, പരിശ്രമിക്കുന്നുണ്ട്. പലപ്പോഴും നാവുകൊണ്ട് മാത്രം ദൈവമക്കളായിട്ട് ജീവിക്കുകയും പ്രവൃത്തിയിൽ ലോകത്തിൻ്റെ മക്കളായിട്ട് ജീവിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് നാം. എന്നാൽ കൃത്യമായിട്ട് എൻ്റെ ഈശോ പറയുന്നത്, നിനക്കത് ഒരിക്കലും സാധ്യമല്ല. നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ കൽപ്പനയനുസരിച്ച് ജീവിക്കുവാനായിട്ട് വരണം. അവനെ നിന്റെ യജമാനനായിട്ട് കാണുവാനായിട്ട്, ആ യജമാനനായ എൻ്റെ ദൈവം പറയുന്നതനുസരിച്ച് ജീവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം. ഇല്ല എങ്കിൽ എന്താണ് സംഭവിക്കുക? കുട്ടനാട്ടിൽ പറയാറുണ്ട് കേട്ടോ, 2 വള്ളത്തേൽ കാല് വെച്ച് പോകരുത്. കുറച്ച് ദൂരമൊക്കെ പോകാൻ പറ്റുമോ? പക്ഷെ എന്ത് പറ്റും? വീണു പോകും. നമുക്കും സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. 2 യജമാനന്മാരെ സേവിക്കാനായിട്ട് പരിശ്രമിച്ച് മുന്നോട്ട്, പക്ഷേ ഒരു സമയത്ത് നമ്മളങ്ങ് വീണു പോകും. എന്തൊക്കെയാ? ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ കൽപ്പന പാലിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അവൻ്റെ മകനായിട്ട് ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ ലോകത്തെ ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല, ലോകസുഖങ്ങളെ വേണ്ടാന്ന് വെക്കുവാൻ പറ്റുന്നില്ല. അതും ഞാൻ കാത്തു പരിപാലിക്കാനായിട്ട് എത്ര നാൾ മുന്നോട്ട് പോകാൻ പറ്റും? സ്നേഹമുള്ളവർ, അധികം നാൾ പോകാൻ പറ്റത്തില്ല കേട്ടോ. വീഴ്ച, ആ വീഴ്ച എന്ന് പറയുന്നത് വലിയൊരു വീഴ്ച. അവിടെ നിന്ന് പിന്നീട് ഒരിക്കലും നിനക്ക് കരയേറാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം. ഞാൻ യാത്ര ചെയ്യുന്നത് ഒരു വള്ളത്തേലാണോ, 2 വള്ളത്തേലാണോ? ഒരു യജമാനനെ സ്നേഹിച്ചുകൊണ്ട് അവൻ്റെ വചനം പാലിച്ച് ജീവിക്കുന്ന വ്യക്തിയാണോ, അതോ 2 യജമാനന്മാരെ സ്നേഹിക്കുവാനായിട്ടും സേവിക്കുവാനായിട്ടും പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? ആണെങ്കിൽ നമുക്ക് നിർത്താം. ഒരു യജമാനൻ, എൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു യജമാനൻ മാത്രം. അതാരാണ്? എൻ്റെ ദൈവമായിരിക്കണം. ദൈവത്തെ യജമാനനായി കണ്ട്, ദൈവത്തെ അപ്പനായി കണ്ട്, ആ അപ്പൻ്റെ വാക്ക് കേൾക്കുവാനായിട്ട്, ആ വാക്കനുസരിച്ച് ജീവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ നന്മകളും ഐശ്വര്യവും ഉണ്ടാവുന്നത്. സ്നേഹമുള്ളവർ, അതുകൊണ്ട് ലോകത്തിൽ നിന്ന് വേറിട്ട് ജീവിക്കുവാനായിട്ട്, ലോകമോഹങ്ങളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുവാനായിട്ട്, അങ്ങനെ അവന് പ്രിയപ്പെട്ടവനായി നിന്നുകൊണ്ട് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.